ഹായ്, ഇന്ന് ഇതേപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സ്, ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന കാർഡ്ബോർഡ് ബോക്സ് ആണ് ഇതേപോലെയുള്ള ബോക്സ് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സ് ആണ്. അപ്പോൾ ഈ പ്രിന്റ് ഉള്ളത് ഇതിന്റെ മൂടിയാണ്. അപ്പോൾ ഇതേപോലുള്ള മൂടിയുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ബോക്സ് ആണ്. ഇതേപോലെയുള്ള ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് തരം കാർഡ്ബോർഡ് ബോക്സും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഇതിൻ്റെ ഉൾഭാഗം, അതായത് ബോക്സ് എടുത്തതിന് ശേഷം നമ്മളിതാ ഒരു 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇന്നൊക്കെ ഇതിൻ്റെ മൂടിയെടുക്കാം. ആ മൂടി എടുത്തിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ, അതായത് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ ആ മൂടിയും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ മൂടിയും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതാ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നൊക്കെ ഈ മൂടിയുടെ ഭാഗം, അതായത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗം നമ്മളിതാ ആദ്യം കട്ട് ചെയ്തതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അതേ ഉയരത്തിൽ തന്നെ ഇതും കട്ട് ചെയ്ത്, അതായത് കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇന്നൊക്കെ ഈ മൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബോക്സിൻ്റെ ഉൾഭാഗം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടുതലുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉൾഭാഗം, അതായത് ഇതിൻ്റെ ആ ഗ്യാപ്പിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ലെയർ തമ്മിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സൈഡ് ഭാഗങ്ങളിലൂടെയുള്ള രണ്ട് ലെയറുകൾ കൂടി തമ്മിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അടിഭാഗത്തെ കാർഡ്ബോർഡ് പീസൊക്കെ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ച് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. അടിഭാഗത്തേക്ക് ഇതേപോലെയുള്ള ഒരു എക്സ്ട്രാ കാർഡ്ബോർഡ് പീസ് നമ്മൾ അതിനുള്ളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറംഭാഗത്തൂടെ നമ്മൾ ഇതേപോലെ സെല്ലോ ടേപ്പ് നന്നായിട്ട് ഒട്ടിച്ചത് ബലപ്പെടുത്തിയെടുക്കുന്നു. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ സെല്ലോ ടേപ്പ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് രണ്ട് പീസ് നമ്മൾ ഒട്ടിച്ച് സെല്ലോ ടേപ്പൊക്കെ കൊടുത്ത് നമ്മൾ നല്ല ബലത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള PVC പൈപ്പാണ്. അപ്പോൾ ഇത് 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ എടുത്തത്. 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തത്. അത് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ അടിഭാഗത്ത് നമുക്ക് 4 മൂലയിലായിട്ട് 4 ഹോളുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആ PVC പൈപ്പ് കടക്കുന്ന രീതിയിലുള്ള ഹോളുകളാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഹോള് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അതിനുള്ളിലൂടെ PVC ഇതേപോലെ കടത്തിയെടുക്കാം. അപ്പോൾ അടിഭാഗത്തേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ആദ്യത്തെ ഒരു ബോർഡ് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4 മൂലയിലും നമ്മൾ ഇതേപോലെ PVC പൈപ്പുകൾ കൊടുത്തു. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ അടിഭാഗത്തേക്ക് PVC നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഹോള് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ടാഗ് കൊടുത്തിട്ട് അത് കെട്ടി നന്നായിട്ട് ടൈറ്റാക്കി നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 മൂലകളിലും PVCയുടെ മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ കാർഡ്ബോർഡ് തീരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഹോള് തയ്യാറാക്കി ടാഗ് കൊടുത്ത് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അപ്പോൾ 4 ഭാഗവും നമ്മൾ ടാഗ് കൊണ്ട് കെട്ടി ടൈറ്റാക്കി എടുത്തു. ഇനി നമ്മൾ എക്സ്ട്രാ ഓരോ ടാഗ് കൂടി അതിൻ്റെ കൂടെ കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ തട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഹോളുകൾ തയ്യാറാക്കി അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 തട്ടുകൾ നമ്മുടെ PVCയിൽ നമ്മൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത്, അതായത് PVC വരുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ടൈലുകളാണ്.
അപ്പോൾ നമ്മുടെ വീട് പണിക്കൊക്കെ ആവശ്യം വന്നതിന് ശേഷം വേസ്റ്റ് വരുന്ന ടൈലുകളാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ചെറിയ പീസുകളായി നുറുക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ചെറിയ പീസുകളായിട്ട് 2-3 കളറിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫെവിക്കോൾ ഹീറ്റെക്സ് എടുക്കുന്നുണ്ട്, ഹീറ്റെക്സ് ഗമ്മ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കത്തി കൊണ്ട് അത് എടുത്തതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗമ്മ് ഇതേപോലെ മൂടിയിട്ട് വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗമ്മ് അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് ടൈല് പീസുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് വരുന്ന 2 തട്ടുകളുടെയും ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ടൈല് ബിറ്റിൻ്റെ പീസുകൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ടൈല് ഒട്ടിച്ചതിൻ്റെ ഗ്യാപ്പുകൾ നമുക്ക് അടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കുറച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് സിമെൻറ്റിലേക്ക് കുറച്ച് എമൽഷൻ നമ്മൾ ഇതേപോലെ ചേർത്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ടെറാക്കോട്ട കളറാണ് ചേർത്തെടുക്കുന്നത്. അത് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം വെള്ളവും ചേർത്ത് അത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ടൈലിൻ്റെ ഗ്യാപ്പുകളൊക്കെ അടച്ചു കൊടുക്കാം. ഒരു പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് അടച്ചെടുക്കുന്നത്. ഈ ടൈലിൻ്റെ ഗ്യാപ്പുകൾ അടച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് വൈറ്റ് സിമെൻറ്റ് അല്ലാതെ വാൾപുട്ടിയോ അല്ലെങ്കിൽ ടൈൽ ഫില്ലറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടൈലൊട്ടിച്ച 2 ഭാഗവും നമ്മൾ ഇതേപോലെ ഗ്യാപ്പൊക്കെ അടച്ച് റെഡിയാക്കിയെടുത്തു. അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചുകൊണ്ട് ടൈലിന് മുകളിലുള്ള വൈറ്റ് സിമെൻറ്റൊക്കെ നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സൈഡുകളിൽ നമ്മൾ ഇതേപോലെ ടൈലുകൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്യാപ്പൊക്കെ അടച്ച് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോ സൈഡും നമ്മൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഭാഗവും നമ്മൾ കാർഡ്ബോർഡിന് മുകളിൽ ഇതേപോലെ ടൈലൊട്ടിച്ച് റെഡിയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ PVC-ക്കുള്ളിലേക്ക് നമ്മൾ ഇതേപോലെയുള്ള റീപ്പറുകൾ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 PVC-ക്കുള്ളിൽ നമ്മൾ കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള റീപ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ PVC ഈ കാലുകൾക്ക് മുകളിൽ ഇതേപോലെ കോട്ടൺ കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 4 കാലുകൾ നമ്മൾ കോട്ടൺ കയർ ചുറ്റി ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഉണങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ ടൈലൊക്കെ ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെക്സിക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ടാഗ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ അത് ഗമ്മ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ സീനറികളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിൻ്റെ ഉൾഭാഗം നമുക്ക് സീനറികൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സീനറികളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ടൈല് വരുന്ന, അതായത് നമ്മുടെ ഓരോ തട്ടിൻ്റെയും മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഓർഗനൈസറിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അപ്പോൾ കാലുകളൊക്കെ നമ്മൾ കോട്ടൺ കയർ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തു. ടൈല് നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉൾഭാഗത്ത് സീനറി കൊടുത്ത് ഒട്ടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാർഡ്ബോർഡും അതേപോലെ തന്നെ പൊട്ടിയ ടൈലും ഉപയോഗിച്ചുകൊണ്ടുള്ള കിഡിലെ ഓർഗനൈസർ. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാം, പച്ചക്കറി തട്ടായിട്ട്, ഫ്രൂട്ട്സ് തട്ടായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ വെക്കാനുള്ള ഓർഗനൈസർ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതേപോലെയുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് വെക്കാം. 2 തട്ടിലായിട്ട് ഒരുപാട് ബോട്ടിലുകൾ ഇതേപോലെ നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിലൊരു 4, 3, 12 ബോട്ടിലുകളൊക്കെ നമുക്ക് ഇതേപോലെയുള്ള 12 ബോട്ടിലുകളൊക്കെ ഒരു തട്ടിൽ തന്നെ നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ കിച്ചണിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ നമുക്ക് ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് ബെഡ്റൂമിൽ ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് പിന്നെ സ്റ്റിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇത് എടുക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാനൊക്കെ കഴിയും. അടിപൊളിയായിട്ടുള്ളതാ. എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം അത്ര വെയിറ്റ് ഇതിനുണ്ടാവുള്ളൂ. നല്ല ബലം ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലൊക്കെ നല്ല ബലത്തിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഓർഗനൈസറാണ് നമുക്ക് കിട്ടുന്നത്. എവിടെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം. മുകളിൽ വേണമെങ്കിൽ മുകളിൽ പിടിച്ചെടുക്കാം, താഴെ വേണമെങ്കിൽ താഴെ പിടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സും അതേപോലെ തന്നെ പൊട്ടിയ ടൈലും വെച്ചുകൊണ്ടുള്ള ഈ ഓർഗനൈസറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first